കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സിലെ ഭയാ ഹമാരി ചിട്ടിയ റാണി എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റികളെയും ചോദ്യോത്തരങ്ങളെയും പരിചയപ്പെടാം. ഈ പാഠം എഴുതിയത് മഹാദേവി വർമ്മയാണ്. ഈ പാഠഭാഗത്ത് ആദ്യം വരുന്ന ചോദ്യം നോക്കാം. തിൻകെ ലാക്കർ മഹൽ ബനാത്തി, ഘോസലേക്കോ മഹൽ ക്യൂം കഹാ ഗയാ ഹെ? അതായത് കൂടിനെ മഹൽ എന്ന് പറയുന്നതെന്തുകൊണ്ട്? ഉത്തരം: घोंसले को महल इसलिए कहा गया है क्योंकि बया बहुत मेहनत और कुशलता से दिनका दिनका जोड़कर सुंदर और मजबूत घर बनाती है. ബയ പക്ഷി വളരെ പ്രയത്നപൂർവം തിണ്ണകളെ കൂട്ടിച്ചേർത്ത് മനോഹരവും ഉറപ്പുള്ളതുമായൊരു കൂട് പണിയുന്നതിനാൽ അതിനെ മഹൽ എന്ന് പറയുന്നു. അടുത്ത ചോദ്യം. ബയാ കെ ബജോം നിഗ്രാനി ഹം ബാരി ബാരി സെ കരേംഗെ. ഇസ്കാ താത്പര്യ ക്യാ ഹെ? ബയയുടെ കുഞ്ഞുങ്ങളെ നാം പരസ്പരം മാറി മാറി നോക്കിക്കൊള്ളാം എന്നതിന്റെ അർത്ഥം എന്താണ്? ഉത്തരം: इसका तात्पर्य है कि कवयित्री और उनके साथी बया के बच्चों की रक्षा और देखभाल करेंगे ताकि वे सुरक्षित रहें. കവയിത്രിയും അവളുടെ കൂട്ടുകാരും ബയപക്ഷിയുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും പരിചരിക്കുകയും ചെയ്യും. അതിലൂടെ അവർ സുരക്ഷിതരായിരിക്കും. ഇനി അടുത്ത ചോദ്യം. पर निकलेंगे उड़ जाएंगे में किसकी सूचना है? पर निकलेंगे उड़ जाएंगे എന്നത് എന്ത് സൂചനയാണ് നൽകുന്നത്? ഉത്തരം: ये पंक्तियां बया के बच्चों के बड़े होकर घोंसले से उड़ जाने की सूचना देती हैं. ഈ വരികൾ ബയയുടെ കുഞ്ഞുങ്ങൾ വളർന്ന് കൂടുവിട്ട് പറന്നു പോകുന്നതിനെക്കുറിച്ചുള്ള സൂചനയാണ്. ഇനി ഈ പാഠത്തിലെ ആക്ടിവിറ്റികളിലേക്ക് കിടക്കാം. കവിത സെ അപ്നി മൻപസന്ദ് പങ്ക്തിയാ ചുൻകർ ലിഖേ. കവിതയിൽ നിന്ന് നിനക്കിഷ്ടമായ വരികൾ എഴുതുക. ഉത്തരം: हम तब तेरे पास रहेंगे तू तैना मत चिड़िया रानी. ഞങ്ങൾ അന്നു നിന്റെ അടുത്തു തന്നെ ഉണ്ടാകും, നീ പറന്നുപോകരുത് ചിറകുള്ള റാണി. അടുത്ത ആക്ടിവിറ്റി. നിമ്നലിഖിത് ആശയവാലി പങ്ക്തിയാൻ ചുനി. താഴെ കൊടുത്തിരിക്കുന്ന അർത്ഥമുള്ള കവിതാവരികൾ തിരഞ്ഞെടുക്കുക. ചിടിയ ദൂർ നാൻ ജായേ ഇസ്കേ ലിയേ ആംഗൻ മേ ദാനാ പാനി ഭർ ദേംഗെ. അതായത് പക്ഷി പോകാതിരിക്കാനായി നാം വീട്ടുമുറ്റത്ത് ധാന്യവും വെള്ളവും വെക്കും. ഉത്തരം: മുജ്കോ ദൂർ ന ജാനേ ദേംഗെ, ദാനോ സെ ആംഗൻ ഭർ ദേംഗെ. 2. ബച്ചേ ബയാ ബൻകർ ഉഡ് ജായെങ്കെ തു ഹം മാതാ ചിടിയ കെ പാസ് രഹേംഗെ. അതായത് കുട്ടികൾ ബയാപക്ഷികളായി പറന്നുപോയാലും നാം അമ്മ പക്ഷിയുടെ സമീപത്തായിരിക്കും. ഉത്തരം: फिर जब उनके पर निकलेंगे उड़ जाएंगे बयां बनेंगे हम तब तेरे पास रहेंगे. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. സമാന അർത്ഥ വാലെ ശബ്ദ കവിത സെ ചുനോ, താലിക ഭരോ. കവിതയിൽ നിന്നുള്ള സമാന അർത്ഥമുള്ള പദങ്ങൾ തെരഞ്ഞെടുത്ത് പട്ടിക പൂരിപ്പിക്കുക. ഉത്തരം: പാനി ജീവൻ കാ ആധാർ ഹെ. വെള്ളം ജീവന്റെ ആധാരമാണ്. पर के बिना उड़ना असंभव है. ചിറകില്ലാതെ പറക്കാൻ കഴിയില്ല. പേड़ की सबसे ऊंची डाल पतली है. മരത്തിന്റെ മുകളിലെ കൊമ്പ് വളരെ നേർത്തതാണ്. കൂട്ടുകാരെ, ഇവിടെ തന്ന കോളത്തിൽ അടിവരയിട്ട വാക്കിന്റെ സമാനാർത്ഥം വരുന്ന മറ്റൊരു വാക്കാണ് നമ്മൾ ഉത്തരമായിട്ട് എഴുതിയ കോളത്തിൽ നാം നൽകിയത്. എഴുതുമ്പോൾ മനസ്സിലാക്കി എഴുതണം കേട്ടോ. അടുത്ത ആക്ടിവിറ്റി. ये संकेत पढ़ें और जीवों को जीने दो विषय पर टिप्पणी लिखें. ഈ സൂചനകൾ വായിച്ച് ജീവികളെ ജീവിക്കാൻ അനുവദിക്കുക, ജീവോं को जीने दो എന്ന വിഷയത്തെക്കുറിച്ച് ഒരു കുറിപ്പെഴുതുക. സൂചനകൾ ഞാൻ വായിക്കാം. चारा तलाशने के लिए प्राणियों का अपना तौर तरीका है. തീറ്റ തേടുന്നതിന് ഓരോ ജീവിക്കും അതിൻ്റേതായ രീതികളുണ്ട്. प्राणी अपना बच्चा पालने की निगरानी खुद कर सकता है. ഓരോ ജീവിക്കും അതിന്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന്റെ മേൽനോട്ടം സ്വയം വഹിക്കാനാകും. पंख निकलने पर उड़ जाना चिड़िया की सहज वृत्ति है. ചിറകു വന്നാൽ പറന്നുപോകുന്നത് കിളിയുടെ സ്വതസിദ്ധമായ പ്രവണതയാണ്. उड़ने में मदद करे. പറക്കാൻ സഹായിക്കുക. सूखे में पानी दें. വരൾച്ചയുള്ളപ്പോൾ വെള്ളം കൊടുക്കുക. ഉത്തരം: ടിപ്പണി, അതായത് കുറിപ്പ്. जीवों को जीने दो का सिद्धांत हमें प्रकृति के प्रति करुणा और सम्मान रखने का संदेश देता है, जिसका अर्थ है सह अस्तित्व, कोएग्जिस्टेंस. हमें सभी प्राणियों को उनकी स्वाभाविक जीवन शैली में रहने देना चाहिए.
हर जीव को चारा तलाशने और अपने बच्चों को पालने का अपना तरीका होता है, जिसमें हमें अनावश्यक हस्तक्षेप नहीं करना चाहिए। चिड़िया का पंख निकलने पर उड़ जाना उसकी सहज स्वतंत्रता है, जिसका हमें सम्मान करना चाहिए। एक इंसान होने के नाते हमारी जिम्मेदारी है कि हम ज़रूरत के समय उन पर दया दिखाएं, जैसे सूखे में उन्हें पानी दें और उड़ने में मदद करें। संक्षेप में, हमें इस धरती पर सभी जीवों के अधिकारों का सम्मान करते हुए शांति के साथ रहना चाहिए। ജീവികളെ ജീവിക്കാൻ അനുവദിക്കുക. ജീവോं को जीने दो എന്ന തത്വം പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളോടും മനുഷ്യൻ പാലിക്കേണ്ട ബഹുമാനവും സഹാനുഭൂതിയും അടിവരയിടുന്നു. ഓരോ ജീവിക്കും അവരവരുടെ ഭക്ഷണം തേടാനും കുഞ്ഞുങ്ങളെ വളർത്താനും സ്വന്തമായ രീതികളുണ്ട്. അതിൽ മനുഷ്യൻ ഇടപെടാതെ ബഹുമാനിക്കണം. അതുപോലെ കിളികളുടെ ചിറകു വന്നാൽ പറന്നുപോകാനുള്ള സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളുടെയും സ്വാഭാവിക പ്രവണതകളെ നമ്മൾ മാനിക്കണം. എന്നാൽ വരൾച്ച പോലുള്ള ദുരിത സമയങ്ങളിൽ വെള്ളം നൽകിയും പറക്കാൻ സഹായിച്ചും കരുണ കാണിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ചുരുക്കത്തിൽ, ഈ ഭൂമിയിൽ നമ്മുടെ സഹജീവികളായ എല്ലാ ജീവികളുടെയും സ്വാതന്ത്ര്യത്തെയും നിലനിൽപ്പിനെയും മാനിച്ചുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കുക എന്നതാണ് ഈ തത്വത്തിന്റെ സന്ദേശം. കൂട്ടുകാരെ, ഇനി അവസാനത്തെ പ്രവർത്തനം നോക്കാം. यहाँ अंधा व्यक्ति सड़क पार करने की कोशिश कर रहा है। लिखें, चित्र में क्या क्या हो रहे हैं। चित्र 1, 2, 3 और 4 के आधार पर घटना का वर्णन करें. ഇവിടെ ഒരു അന്ധനായ വ്യക്തി റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നു. ചിത്രത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നെഴുതുക. ചിത്രം 1, 2, 3, 4 എന്നിവ അടിസ്ഥാനമാക്കി എന്താണ് സംഭവിക്കുന്നത് എന്ന് വിവരിക്കുക. ഉത്തരം: चित्र 1 में बच्चे अंधे व्यक्ति को सड़क पार करने की कोशिश करते हुए देख रहे हैं। चित्र 2 में एक लड़का आगे आकर उनका हाथ थामता है और मदद के लिए तैयार होता है। चित्र 3 में अन्य बच्चे भी मदद करने के लिए अंधे व्यक्ति के पास पहुंचते हैं। चित्र 4 में बच्चे मिलकर उन्हें सुरक्षित रूप से सड़क पार करवा देते हैं। निष्कर्ष: ये दृश्य दूसरों की मदद करने और सामुदायिक भावना का महत्व सिखाता है. ചിത്രം 1. റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്ന അന്ധനായ വ്യക്തിയെ കുട്ടികൾ ശ്രദ്ധിക്കുന്നു. ചിത്രം 2. ഒരു ആൺകുട്ടി അദ്ദേഹത്തിന് കൈകൊടുത്ത് സഹായത്തിനായി മുന്നോട്ടു വരുന്നു. ചിത്രം 3. കൂടുതൽ കുട്ടികൾ സഹായിക്കാൻ അന്ധനായ വ്യക്തിയുടെ അടുത്തെത്തുന്നു. ചിത്രം 4. കുട്ടികൾ അദ്ദേഹത്തെ സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കുന്നു. സന്ദേശം: ഇത് കുട്ടികളുടെ സഹായ മനോഭാവവും കാരുണ്യവും കാണിക്കുന്നു. കൂട്ടുകാരി, നമ്മളിന്ന് ഈ പാഠത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.